4 പതിറ്റാണ്ടു നീണ്ട വിദ്യാമ്മയുടെ കലാജീവിതം കഥകളും ഉപകഥകളും കൊണ്ട് ഒരു ചലച്ചിത്രത്തെക്കാൾ സംഭവ ബഹുലമായിരുന്നു. തമിഴ് സിനിമയിൽ ഹാസ്യതാരമായിരുന്ന കൃഷ്ണമൂർത്തിയുടെയും കർണാടക സംഗീതജ്ഞ ML വസന്തകുമാരിയുടെയും മകൾക്ക് സ്വാഭാവികമായ പരിണതിയായിരുന്നു 1966 സിനിമാ പ്രവേശം. സ്വപ്നങ്ങൾ ഉറങ്ങുന്ന കണ്ണുകളുമായി ശ്രീവിദ്യ മലയാളത്തിലേക്ക് എത്തുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആയിരത്തി 1975 അപൂർവ രാഗങ്ങൾ എല്ലാ അർത്ഥത്തിലും ശ്രീവിദ്യയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. സിനിമയിലെ നായകനായ കമൽഹാസനുമായി ജീവിതത്തിലും പ്രണയത്തിലായി നായികയായ ശ്രീവിദ്യ. ആ ബന്ധത്തിന്റെ തകർച്ചയുണ്ടാക്കിയ വൈകാരിക ആഘാതത്തിൽ നിന്ന് പിന്നീട് നായിക കരകയറിയില്ല. നായകൻ ജീവിതത്തിലും സിനിമയിലും പുതിയ മേച്ചിൽപ്പുറങ്ങൾ വെട്ടിപ്പിടിച്ചപ്പോൾ വ്യക്തിജീവിതത്തിൽ ദുരന്തങ്ങളായിരുന്നു ശ്രീവിദ്യയെ കാത്തിരുന്നത്. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ശ്രീവിദ്യ ആശ്രയസ്ഥാനങ്ങളായി കണ്ടതെല്ലാം അപകടങ്ങളായി മാറി. എങ്കിലും ഈ തകർച്ചകളൊന്നും ശ്രീവിദ്യയിലെ അഭിനയ പ്രതിഭയെ തെല്ലും ബാധിച്ചില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ മലയാളിയുടെ മനം കവർന്ന അപൂർവം അഭിനേത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീവിദ്യ. ഒരു കാലത്ത് മലയാളി പുരുഷന്റെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ അവസാന വാക്കായിരുന്നു അവർ. ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ജീവിതമൊരു ഗാനം, ആദാമിന്റെ വാരിയല്ല്, ദൈവത്തിന്റെ വികൃതികൾ, ഇരകൾ തുടങ്ങിയ ചിത്രങ്ങൾ ശ്രീവിദ്യ എന്ന നടിയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതായിരുന്നു. നാളെ ഈ വീട്ടിൽ തീ പുകയില്ല. ആകാവുന്ന കാലത്ത് വിളിച്ചപ്പം വന്നില്ല. ഈ കുന്നവും കാട്ടി ഞങ്ങളെ പരദീസയെ പൊറപ്പിക്കുന്നല്ലേ പറഞ്ഞത്? മതി, ഇനിയെങ്കിലും ആണുങ്ങളെ പോലെ എന്തെങ്കിലും പണിയെടുക്ക. ഒരു പണി അറിയില്ലെങ്കിൽ കക്കാൻ ചെല്ല്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് 3 തവണയായിരുന്നു ശ്രീവിദ്യയെ തേടിയെത്തിയത്. ചെറുതും വലുതുമായ ഒട്ടനവധി അവാർഡുകൾ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും ശ്രീവിദ്യ സ്വന്തമാക്കി. അമ്മയിൽ നിന്നു കിട്ടിയ സംഗീത പാരമ്പര്യം പിന്തുടർന്ന് കർണാടക സംഗീതത്തിലും ശ്രദ്ധയൂന്നി തുടങ്ങിയ സമയത്താണ് 2003 അർബുദം ശ്രീവിദ്യയുടെ ജീവിതത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയത്. പിന്നീട് ചികിത്സയുടെ 3 വർഷങ്ങൾക്കൊടുവിൽ മരണക്കിടക്കയിൽ ശ്രീവിദ്യ ആഗ്രഹിച്ചത് കമലഹാസന്റെ സാന്നിധ്യമായിരുന്നു. അതും സഫലമാക്കി 2006 ആ അപൂർവരാഗം പൂർണ്ണമായി. ജീവിച്ചു കൊതി തീരാതെ കടന്നുപോയ വിദ്യാമ്മയ്ക്കു വേണ്ടി മലയാളം മുഴുവനും ഒരു നിമിഷമെങ്കിലും കരഞ്ഞിട്ടുണ്ടാകണം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.